എല്ലാവർക്കും നമസ്കാരം. നളന്ദ അക്കാദമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ഖത്തറിൽ നടന്ന ഫിഫ അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം സ്വന്തമാക്കിയത് പോർച്ചുഗൽ. ഖത്തറിൽ നടന്ന ഫിഫ അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം സ്വന്തമാക്കിയത് പോർച്ചുഗൽ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് പരിശീലക അല്ലു അർഹ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് പരിശീലകയാണ് അല്ലു അർഹ. 5 വയസ്സാണ്. 29ാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് വേദിയായത് തിരൂർ, മലപ്പുറം. 29ാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് വേദിയായത് മലപ്പുറം, തിരൂർ. സംസ്ഥാനത്തെ മികച്ച ടൂറിസം പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊച്ചി എയർപോർട്ട് പോലീസ്. സംസ്ഥാനത്തെ മികച്ച ടൂറിസം പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊച്ചി എയർപോർട്ട് പോലീസ്. ശ്രീലങ്കൻ തീരത്ത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഡിറ്റുവ. ശ്രീലങ്കൻ തീരത്ത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് ഡിറ്റുവ. പേര് നൽകിയത് യമൻ. കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത നിയമസഭാ നിയോജക മണ്ഡലം ധർമ്മടം, കണ്ണൂർ. കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത നിയമസഭാ നിയോജക മണ്ഡലമാണ് ധർമ്മടം. കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ബ്ലോക്ക് പഞ്ചായത്ത് എടക്കാട്, കണ്ണൂർ. കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ബ്ലോക്ക് പഞ്ചായത്ത് എടക്കാട്, കണ്ണൂർ. കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ഗ്രാമപഞ്ചായത്ത് കുറ്റിയാട്ടൂർ, കണ്ണൂർ. കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ഗ്രാമപഞ്ചായത്ത് കുറ്റിയാട്ടൂർ, കണ്ണൂർ. കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത നഗരസഭ ഷൊർണൂർ, പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത നഗരസഭയാണ് ഷൊർണൂർ, പാലക്കാട്. കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ജില്ലയാണ് കോട്ടയം. കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ജില്ലയാണ് കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം കേരളം. പ്രഖ്യാപിച്ചത് 2025 നവംബർ 1. ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം കേരളം. പ്രഖ്യാപിച്ചത് 2025 നവംബർ 1. 2025 വനിതാ കബഡി ലോകകപ്പ് നേടിയത് ഇന്ത്യ. വേദി ബംഗ്ലാദേശ്. 2025 വനിതാ കബഡി ലോകകപ്പ് നേടിയത് ഇന്ത്യ. വേദി ബംഗ്ലാദേശ്. താങ്ക് യു.